മഹാനായ ശാഫിഈ ഇമാമിന്റെ അടുക്കൽ സുന്നത്തുൻ മുഅക്കദയാണെങ്കിൽ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നത് അത് വാജിബാണ്. അന്നേ ദിവസം പെരുന്നാൾ ദിവസം നമുക്കും നമ്മുടെ ആശ്രിതർക്കും അന്നത്തെ പകല് രാത്രിക്കുള്ള ഭക്ഷണത്തിന് പൈസ ഉണ്ടോ ബാലൻസ് വന്നിട്ട് അതൊരു ഓഹരിയിലെങ്കിലും നിങ്ങൾക്ക് കൂടാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വാജിബാണ്. എന്ത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അങ്ങനെ വാജിബാണ്, നിർബന്ധമാണ് എന്ന് പറയാൻ കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഉണ്ട്. നബി തങ്ങൾ പറയുന്നു, മൻ കാന ലഹു സഅത്തുൻ, ഒരാൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടെങ്കിൽ ഫലം യുളഹി, അവൻ ഉളഹിയത്ത് അറുത്തിട്ടില്ല. ഒരാൾക്ക് സാമ്പത്തികമായി കഴിവുണ്ടായിട്ട് അവൻ ഉളഹിയത്ത് കർമ്മത്തിൽ പങ്കാളികളായിട്ടില്ലെങ്കിൽ ഫലാ യഖറബന്ന മുസല്ലാനാ, പെരുന്നാൾ ദിവസത്തിൽ അവൻ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരേണ്ടതില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ ഈ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരേണ്ട, അവൻ ഈ മുസല്ലയിലേക്ക്, ഈ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തേക്ക്, റബ്ബിന്റെ ഭവനത്തിലേക്ക് അവൻ വരേണ്ട എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് ഉണ്ട്. കഴിവുണ്ട്, എന്നാൽ ഫലാ യഖറബന്ന മുസല്ലാനാ ഫലം യുളഹി, അവൻ ഉളഹിയത്ത് കർമ്മത്തിൽ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ ഫലാ യഖറബന്ന മുസല്ലാനാ, അവൻ ഇവിടത്തേക്ക് നമസ്കരിക്കാൻ വരേണ്ടതില്ല. കഴിവുള്ളവരുണ്ടെങ്കിൽ അറുത്തോ. അല്ലാഹുവിന്റെ റസൂലിന്റെ അതികഠിനമായ ഒരു വാക്കല്ലയോ ഫലാ യഖറബന്ന മുസല്ലാനാ, അവൻ ഈ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വരേണ്ടതില്ല. കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മറ്റൊരു ഹദീസും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാ. നബി തങ്ങൾ പറയുന്നു, എത്ര ഗൗരവമുള്ള വിഷയമാണ് എന്റെ പ്രിയമുള്ളവരെ. മൻ കാന ലഹു സഅത്തുൻ, ഒരാൾക്ക് ഉളുഹിയത്ത് അറുക്കുവാനുള്ള പണം അവന്റെ അടുക്കലുണ്ടെങ്കിൽ ഫലം യുളഹി, അവൻ ഉളുഹിയത്ത് അറുത്തില്ലെങ്കിൽ ഫൽയമുത്, അവൻ മരിച്ചു പോട്ടെ. ഇൻഷാ നസ്റാനിയ, അവൻ നസ്റാനിയായിട്ട് അവൻ